ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, നല്ല ഈ രാവിലെ സമയത്തെ ഓർത്ത് തിരുവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അതിരാവിലെ സമയത്ത് ഇരുട്ടോടൊരു പ്രാവശ്യം കൂടി നിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും നിൻ്റെ കുഞ്ഞുങ്ങളെ ഓർക്കുവാനും എല്ലാവരും നിൻ്റെ പാദത്തിൽ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിക്കുവാനും ദൈവം തന്ന നല്ലൊരു ഭാഗ്യമേറിയ നല്ലൊരു അതിരാവിലെ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി മുഴുവനും നീ ഞങ്ങളെ കൃപയായി ഞങ്ങളെ കാത്തു, ഞങ്ങളെ സൂക്ഷിച്ചു, ഞങ്ങളെ പരിപാലിച്ചു. നല്ല ഉറക്കം ഞങ്ങൾക്ക് തന്നു, സന്തോഷം തന്നു, സമാധാനം തന്നു, ആരോഗ്യം തന്നു, ദീർഘായുസ് തന്നു. അതിരാവിലെ വന്ന് ഞങ്ങളെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചു അപ്പച്ചൻ്റെ പാദപീഠത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം തന്ന വിലയേറപ്പെട്ട ഭാഗ്യത്തിനായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ അതിരാവിലെ സമയത്ത് എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാ നിൻ്റെ കുഞ്ഞുങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമാകെ പല രാജ്യങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥന ഏറ്റെടുക്കുന്ന, വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ വേദനകൾ, അവരുടെ കണ്ണുനീരുകൾ, അവരുടെ പ്രയാസങ്ങൾ, അവൻ അനുഭവിക്കുന്ന പാടുകളെല്ലാം എൻ്റെ കർത്താവ് കാണുന്നുണ്ടല്ലോ. അവരുടെ കഷ്ടപ്പാടുകളെല്ലാം ദൈവം അറിഞ്ഞിരിക്കുന്നല്ലോ. അവർ വേദനിക്കുന്ന വേദനകൾ, അവരുടെ വാടിയ മുഖങ്ങൾ, കലങ്ങിയ കണ്ണുകൾ, കർത്താവെ അവരുടെ വ്യാകുലങ്ങൾ, വേദനകളെല്ലാം, മുറിവുകളെല്ലാം എൻ്റെ അപ്പച്ചൻ കണ്ടിരിക്കൊണ്ടിരിക്കാനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ അതിരാവിലെ സമയത്ത് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, നിന്റെ തൃക്കരം നീട്ടി എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യമുള്ള സന്തോഷത്തെയും സമാധാനത്തെയും അനുഗ്രഹത്തെയും എൻ്റെ ദൈവം നിന്റെ കുഞ്ഞുങ്ങൾക്ക് തരണമെന്ന് അപ്പച്ചൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുകയാണ്. ഒരുത്തർക്കും ഒരാപത്തോ അനർത്ഥങ്ങളോ ഒന്നും വരുവാൻ എൻ്റെ ദൈവം സമ്മതിക്കരുത്. എല്ലാവരെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ. അത്ഭുതം കർത്താവ് പ്രവർത്തിക്കണം, അത്ഭുതം കർത്താവ് പ്രവർത്തിക്കണം, അത്ഭുതം കർത്താവ് പ്രവർത്തിക്കണം. നിന്റെ അത്ഭുതമേറിയ കരം നിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായി നിൽക്കണം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൂരത്തിലും സമീപത്തിലും ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പച്ചൻ വൻ കാര്യം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. മഹത്വം തിരുമേനി എടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. അടിയനെയും ബലപ്പെടുത്തണം, കർത്താവ് ശക്തീകരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പുനനാമ മഹത്വം എടുക്കുമാറാകട്ടെ. ഇന്ന് ഈ രാവിലെ എന്നോടോട് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം പറയുന്നു. ദൈവം നിങ്ങളെ ഇന്ന് പകൽക്കാലം വ്യത്യാസമായി നടത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ആശ്വാസവും സന്തോഷവും സമാധാനവും അവൻ്റെ കാവലും സൂക്ഷിപ്പും എല്ലാം ദൈവം നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച 1223 ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നിരിക്കുന്നു. ഒരു വാക്യം നമുക്ക് വായിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനക്കാരൻ എഴുതിയ 86 സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ 17 വാക്യമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. 86 സങ്കീർത്തനത്തിൻ്റെ 17 വാക്യം. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ. യഹോവേ, നീ എന്നെ സഹായിച്ചു ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. കർത്താവിന് സ്തോത്രം. ഈ ഒരു വാക്യം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതായത്, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്. ഇന്ന് ഈ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച കുഞ്ഞുങ്ങളെ ദൈവം, നമ്മൾ പല സമുദായത്തിൽ നിന്നായിരിക്കും, കത്തോലിക്ക, യാക്കോബ, മർത്തോമ, ഹിന്ദു, മുസ്ലിംസ്, പല സമുദായത്തിൽ നിന്നായിരിക്കും നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ചു വന്നത്. ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് വന്ന് ദൈവകൃപയിൽ നിൽക്കുന്ന നമുക്ക് ഒത്തിരി ശത്രുക്കളുണ്ട്. അവർ നോക്കുമ്പോൾ ചിലപ്പം അവരെ പോലുള്ള ഐശ്വര്യം നമുക്കില്ലായിരിക്കും, അവരെ പോലുള്ള ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലായിരിക്കും. നമ്മൾ ചില കഷ്ടത്തിലൂടെ, പ്രയാസത്തിലൂടെ, പാടുകളിലൂടെ ആയിരിക്കും നമ്മുടെ വിശ്വാസ യാത്ര നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ എതിരികൾ, ഈ ശത്രുക്കൾ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ കാണും, നമ്മുടെ സഭകളിൽ കാണും, നമ്മുടെ സ്വന്തം ബന്ധത്തിൽ കാണും. അവർ നമ്മളെ വിളിച്ച് ചോദിക്കും, എടാ ഈ ദൈവത്തെ വിട്ട് അങ്ങോട്ട് പോയല്ലോ, ഈ യേശുവിൻ്റെ പുറകെ, ഈ അല്ലേലിയ പാർട്ടിയുടെ പുറകെ നീ പോയല്ലോ, നിനക്ക് എന്തുവാ ലഭിച്ചത്? നിനക്കൊരു കുഞ്ഞുണ്ടോ? നിനക്കൊരു ഭവനമുണ്ടോ? നിനക്ക് നല്ലൊരു ജോലിയുണ്ടോ? നിനക്ക് നല്ലൊരു വാഹനമുണ്ടോ? നിനക്ക് ഏതെങ്കിലും ഈ ലോകത്തിൽ എന്തോ അവിടെ ഉള്ളത്? ഞങ്ങളെയൊക്കെ കണ്ടോ? ഞങ്ങൾക്ക് എന്തോ നിൻ്റെ മുട്ട ഉള്ളത്, എന്തോ നിൻ്റെ കുറവാ ഉള്ളത്, ഞങ്ങളെவ்வளோ സന്തോഷമായി ആഹ്ലാദമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ഈ വാർത്തകൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ അങ്ങോട്ട് മുറിവേൽപ്പിക്കുകയാണ്. നിന്റെ ദൈവം എന്തിയെ? നീ വിളിച്ച ദൈവം എന്തിയെ? നീ ആരാധിക്കുന്ന ദൈവം എന്തിയെ? നീ പുറകെ പോയല്ലോ, എന്തോ നിനക്ക് തന്നത്, എന്തോ നിനക്ക് ലഭിച്ചത് എന്നങ്ങോട്ട് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അമ്പുകൾ പായുന്നത് പോലെ നമുക്ക് തോന്നും. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പറയാണ്, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്. നിനക്ക് അതുണ്ടോടാ, ഇതുണ്ടോടാ എന്ന് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞ് ലജ്ജിപ്പിക്കുന്നവൻ കാണണം ദൈവം നിങ്ങൾക്ക് ചെയ്ത നന്മകൾ.
നിങ്ങൾക്ക് ദൈവം ചെയ്ത ഭവനമില്ലാത്തവർക്ക് നല്ല ഭവനം, കുഞ്ഞില്ലാത്തവർക്ക് കുഞ്ഞ്, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം, ജോലിയില്ലാത്തവർക്ക് ജോലി, എല്ലാ വിധത്തിലും കുഞ്ഞുങ്ങളെല്ലാം കൊണ്ട് ശ്രേഷ്ഠന്മാരായി പഠിച്ചങ്ങോട്ട് കരകയറി അങ്ങോട്ട് തലനൂർന്ന് നിൽക്കുന്നത് നമ്മുടെ ശത്രുക്കൾ കാണണം. അതാ പറയുന്നത്, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരണമേ. ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, നന്മയ്ക്കായി എനിക്കൊരു അടയാളം തരണമേ. യഹോവേ, നീ എന്നെ സഹായിച്ചു ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് സാക്ഷ്യം പറയണം. ആ രീതിയിൽ ദൈവം നിങ്ങളെ മാറ്റാൻ പോകുകയാണ്. നിശ്ചയമായിട്ടും കർത്താവ് ഇത് ചെയ്യും. ശത്രുക്കളുടെ മുന്നിലാണ് ദൈവം നമുക്ക് മേശ ഒരുക്കുന്നത്. ദാവീദ് നമുക്ക് 23-ാമത്തെ സങ്കീർത്തനം നമുക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, ഇവിടെ എന്തുവാ പകയ്ക്കുന്നവർ, പകയന്മാർ അങ്ങോട്ട് നിങ്ങൾക്ക് കൂടുമ്പോൾ നിങ്ങൾ തളർന്നു പോകരുത്. അവർ പറഞ്ഞത് ശരി തന്നെയാ, അവർ പറഞ്ഞത് കറക്റ്റാണ്. നമ്മൾ ഈ യേശുവിൻ്റെ പുറകെ പോയതുകൊണ്ടല്ലേ, നമ്മൾ ഈ ബെന്തക്കോസിലോട്ട് പോയത് കൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെയുള്ളൊരു ആപത്ത് വന്നതെന്നും പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് ക്ഷീണിക്കരുത്. ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ധൈര്യത്തിന് വേണ്ടി ഒരു കാര്യം നിങ്ങൾക്ക് പറയാൻ പോവാണ്. എന്തുവാ ദൈവം നിങ്ങൾക്ക് അടയാളമായി കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാമോ? അത് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോവുകയാണ്. അതായത് വേദപുസ്തകത്തിലെ 72-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യം നിങ്ങൾ അങ്ങോട്ട് വായിച്ചു നോക്കുമ്പോൾ അവിടെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. എന്തെന്നറിയാമോ? മരുഭൂമിയിൽ വസിക്കുന്നവർ അവൻ്റെ മുൻപിൽ വണങ്ങട്ടെ. നമ്മൾ വസിക്കുന്നത് മരുഭൂമിയാണ്. വെള്ളമില്ല, ആഹാരമില്ല, നിഴലില്ല, ആശ്വസിപ്പിക്കാൻ ഒന്നുമില്ല. പക്ഷേ അവിടെ ദൈവത്തെ നമ്മൾ ആരാധിക്കുകയാണ്. അവിടെ അതാ പറയുന്നത്, ദൈവം മരുഭൂമിയിൽ വസിക്കുന്നവർ അവൻ്റെ മുൻപിൽ വണങ്ങട്ടെ. അതിൻ്റെ അടുത്ത് പറയുന്നുണ്ടോ, അവൻ്റെ ശത്രുക്കൾ പൊടിമണ്ണ് നക്കട്ടെ. നല്ല ശ്രദ്ധിക്കണേ, പൊടിമണ്ണ് നക്കട്ട്. നിന്നെ കുനിക്കുവാൻ വന്നവർ, നിന്റെ തലയെ കുനിക്കുവാൻ എന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്. ഒരു ലൈസൻസ് ഒന്നുമില്ല, ഇങ്ങനെ പറയരുത്, ഇങ്ങനൊന്നും ചെയ്യരുത്, അവർ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നില്ലാന്ന് പറഞ്ഞൊരു പേടിയില്ലാതെ ധൈര്യമായി നെഞ്ചങ്ങോട്ട് വിരിച്ചു വെച്ച് വാക്കുകൾ കൊണ്ട് നിങ്ങളെ മുറിവേൽപ്പിച്ച് നിങ്ങളുടെ തലയെ കുനിക്കുവാൻ വന്നവനെ കർത്താവ് ഇവിടെ എന്തുവാ ചെയ്യുന്ന അറിയാമോ? അവിടെ നോക്കുന്നുണ്ടോ, അവൻ്റെ ശത്രുക്കൾ പൊടിമണ്ണ് നക്കട്ടെ. ഞാനൊന്ന് പറയട്ടെ, ഈ റോഡിൽ കിടക്കുന്ന അല്ലെ തറയിൽ കിടക്കുന്ന പൊടിമണ്ണ് നക്കണമെങ്കിൽ അവൻ എന്തുമാത്രം കുനിയണമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവൻ ആ മണ്ണോട് കുനിഞ്ഞ് കിടന്നെങ്കിലേ അവൻ ആ മണ്ണ് നക്കാൻ പറ്റത്തുള്ളൂ. വാരിയെടുക്കാനേ കുറച്ചൊന്ന് കുനിഞ്ഞിട്ട് വാരിയെടുക്കാം. നക്കണമെങ്കിൽ ആ മണ്ണോട് ഏറ്റെടുക്കുന്നവർ ഏറ്റെടുത്തോണം. ദൈവത്തിന്റെ ദൂതാണ്, ദൈവത്തിന്റെ വാക്കാണ്. നിങ്ങളെ നിങ്ങളുടെ ഭവനത്തെയും നശിപ്പിക്കുവാൻ വന്നവൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തകർക്കുവാൻ വന്നവൻ, നിന്റെ ഭവനത്തെ പിരിച്ച് ഉടച്ച് അതെ നശിപ്പിച്ച് കണ്ട് രസിക്കുവാൻ വന്നവൻ നിന്റെ ശത്രുവാണ്, പകഞ്ചനാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വിരോധമായി, നിങ്ങളുടെ ഭവനത്തിന് വിരോധമായി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിരോധമായി, നിങ്ങളുടെ ആത്മീയമായ ജീവിതത്തിന് വിരോധമായി, നിങ്ങൾ കർത്താവിനോട് അടുത്ത് നിൽക്കുവാൻ കഴിയാതെ വണ്ണം നിങ്ങളെ പിടിച്ച് വലിച്ച് മുറിവേൽപ്പിച്ച് നിങ്ങളുടെ മുഖമെല്ലാം കരിവാളിപ്പിച്ച് കരയിപ്പിച്ച് തല കുനിച്ച് നിർത്തിയവൻ, നിങ്ങൾ തല കുനിഞ്ഞതേ ഉള്ളൂ. പക്ഷെ അവൻ അങ്ങനല്ല. ശ്രദ്ധിക്കണം. അവനിവിടെ എന്തുവാ കർത്താവ് പറയുന്നത്? അവന്റെ ശത്രുക്കൾ പൊടിമണ്ണ് നക്കട്ടെ. ശാദ്രാക്, മേശാക്ക്, അബേദ്നെഗോ 3 ചെറുപ്പക്കാര് പിള്ളേര് കർത്താവിന് വേണ്ടി നിന്നപ്പോൾ നേബൂഖദ്നേസർ രാജാവ് എന്തോ ഒരു വീരമായിട്ടാണ് എഴുന്നേറ്റത്. പക്ഷെ നടന്ന എന്തുവാ? ഈ കുഞ്ഞുങ്ങളുടെ തലയെ കുനിക്കി വയ്ക്കുവാൻ വന്നവൻ ഇപ്പൊ എന്ത് നടക്കുന്നറിയാമോ? ഈ കുഞ്ഞുങ്ങൾ ഇപ്പൊ തല നിവർന്ന് നിൽക്കുക ആണ്. ഈ രാജാവ് കാട്ടിൽ പോയി മൃഗങ്ങളോട് കൂടെ പുല്ല് തിന്നുകയാണ്. അപ്പൊ പുല്ല് തിന്നണമെങ്കിൽ ഈ രാജാവ് എന്തുമാത്രം കുനിയണം എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ബുദ്ധിയുള്ളവർ മനസ്സിലാക്കുക, നിന്റെ ശത്രു വലിയ രാജാവായിരിക്കും, ഭയങ്കര ശ്രേഷ്ഠനായിരിക്കും, ഭയങ്കര പണക്കാരനായിരിക്കും, ഭയങ്കര വിദ്യാഭ്യാസമുള്ളവനായിരിക്കും, നല്ല ശക്തനായിരിക്കും, വലിയ പാർട്ടിയായിരിക്കും. നമുക്കതൊന്നും വിഷയമല്ല. ദൈവത്തിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വിരോധമാകെ അവരെ കാരണമില്ലാതെ വാക്കുകളാൽ മുറിവേൽപ്പിച്ച്, കാരണമില്ലാതെ തലയെ കുനിക്കുവാൻ, കാരണമില്ലാത്തവരെ കരയിപ്പിക്കുവാൻ, കാരണമില്ലാത്തവരെ മുറിവേൽപ്പിക്കാൻ വന്നവനെ കർത്താവ് ഈ തറയോട് ഈ മണ്ണോട് കുനിക്ക വെച്ച് പൊടിയെ നക്ക വയ്ക്കുവാൻ എന്റെ ദൈവം മതിയായവനാണ്. നിങ്ങളെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റുമോ? ഇതൊക്കെ മേലെ എന്തുവാ കുനിയുന്നത്? ഇപ്പൊ രാജാവിനെ നോക്കിക്കേ, കാട്ടിൽ പോയി മൃഗങ്ങളോട് കുനിഞ്ഞു കിടന്ന് പുല്ല് നക്കി തിന്നുക, മണ്ണ് നക്കി തിന്നുക. എൻ്റെ ദൈവം നിങ്ങൾക്കത് ചെയ്യും.
നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കരുത്, നിങ്ങൾ ക്ഷീണിക്കരുത്, നിങ്ങൾ തളർന്നു പോകരുത്. പ്രാർത്ഥന നിർത്തരുത്, സ്തുതി നിർത്തരുത്, ആരാധന നിർത്തരുത്, ദൈവത്തോടുള്ള സ്നേഹം കുറയരുത്, ദൈവത്തോടുള്ള ഐക്യം കുറയരുത്. ഒന്നുകൊണ്ടും നിങ്ങൾ പുറമോട്ട് പോകരുത്, ലജ്ജിക്കരുത്, നാണിക്കരുത്. ഇനിയും നിങ്ങളുടെ തല കുനിക്കുവാൻ ഒരുത്തിനെയും കൊണ്ട് പറ്റത്തില്ല. ഇതാണ് അടയാളം. എന്തോ അടയാളം? നിങ്ങളുടെ ശത്രു അവിടെ കണ്ടോ, അടയാളം കണ്ടോ? അവന്റെ ശത്രുക്കൾ പൊടിമണ്ണ് നക്കട്ടെ. ഇതിനു മേലെ നിങ്ങൾക്ക് എന്തോ വേണം? നിങ്ങൾ ഡേരെടുക്കാൻ പറ്റുമോ? പാസ്റ്റർ, ഇവിടെ ജീവിക്കാൻ വയ്യ, എൻ്റെ ദൈവദാസ, ഇവിടെ ഞങ്ങൾക്ക് നിക്കപ്പുറതിയില്ല, ഞങ്ങളെ കൊണ്ട് വയ്യ, ഇനി എത്ര സഹിക്കുന്നത്? ഇല്ല, കഴിഞ്ഞു. അവന്റെ ചാപ്റ്റർ ക്ലോസ്. അവന്റെ ചാപ്റ്റർ ക്ലോസ്. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് അവനിപ്പോ മുഖത്ത് തുണിയിട്ട് മറയ്ക്കാൻ പോവാ. അവനിനി പുറത്തെ കാണിച്ച് തിരിഞ്ഞ് നടക്കാൻ, മുഖത്തെ കാണിച്ച് വന്നവൻ തിരിഞ്ഞ് മുതുകെ പുറത്തെ കാണിച്ച് നടക്കുന്ന മാതിരി കർത്താവ് ഇപ്പൊ മാറ്റാൻ പോവുകയാണ്. എന്നെ പകയ്ക്കുന്നവൻ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ. ഇന്ന് കർത്താവ് അത് തരും. നിങ്ങളെ കൊണ്ട് അത് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ദൈവം നിങ്ങൾക്കത് ചെയ്യും. എൻ്റെ ദൈവം നിങ്ങൾക്കത് ചെയ്യും. പൂർണ്ണമായി വിശ്വസിക്കുക, പൂർണ്ണമായി വിശ്വസിക്കുക, പൂർണ്ണമായി വിശ്വസിക്കുക. എൻ്റെ ദൈവം നിങ്ങൾക്കത് ചെയ്യും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ നല്ല സമയത്തെ ഓർത്ത് അപ്പച്ചാ തിരുവനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്തുമാത്രം കുഞ്ഞുങ്ങൾ ജോലി സ്ഥലത്ത്, ശുശ്രൂഷയിൽ, ഭവനത്തിൽ, കർത്താവേ സ്തോത്രം, അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ, അവരുടെ ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ എല്ലാം തലകുനിഞ്ഞ് ലജ്ജിച്ചിരിക്കുകയാണ്. തലനൂർന്ന് നടക്കാൻ പറ്റുന്നില്ല, മുഖം വാടിപ്പോയി കിടക്കുക, കണ്ണ് കലങ്ങി കിടക്കുകയാണ്. കരയാൻ തലമണ്ടലിനും വെള്ളമില്ല, ഉപവസിക്കാൻ ബലനില്ല, ശക്തിയില്ല. കർത്താവേ സ്തോത്രം, ജനങ്ങൾ പറയുന്ന ഓരോ വാക്കുകൾ, ആമീൻ, ഞങ്ങളുടെ കർത്താവേ പകഞ്ചന്മാർ പറയുന്ന ഓരോ വാക്കുകൾ, കർത്താവേ മുറിവേറ്റ് സകലവും തകർന്നു കിടക്കുകയാണ്, തരിപ്പണമായി കിടക്കുകയാണ്. സ്തുതിക്കാൻ വയ്യ, പ്രാർത്ഥിക്കാൻ വയ്യ, എഴുന്നേൽക്കാൻ വയ്യ, ഉപവസിക്കാൻ വയ്യ. അങ്ങനെ മുടങ്ങിക്കിടക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ വാക്യം അങ്ങോട്ട് ചെല്ലുമ്പോൾ, ഈ ആലോചന പറയുമ്പോൾ, എന്നെ പകയ്ക്കുന്നവൻ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരണമേ കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ എന്തോ അടയാളം കൊടുത്തത്? നിന്റെ ശത്രു കുനിഞ്ഞ് പൊടിയെ നക്കുവാൻ കർത്താവ് മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾ കുനിയേണ്ട ഇടത്തില് ശത്രുവിനെ കർത്താവ് കുനിക്കുന്നു. ഇനി നിങ്ങൾ കുനിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ തലയുയർന്ന് നിർത്തണം, നിങ്ങൾ തലയുയർന്ന് നിൽക്കണം, നിങ്ങൾ സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്തണം, നിങ്ങൾ ദൈവത്തിന്റെ മുഖത്തോട്ട് നോക്കണം. നിങ്ങളുടെ തല ഇനി കുനിയത്തില്ല, ഇനി നിങ്ങൾ ലജ്ജിക്കത്തില്ല, ഇനി നിങ്ങൾ നാണിക്കത്തില്ല. നിന്നെ നിന്റെ ഭർത്താവിനെ തകർക്കുവാൻ, നിന്നെ നിന്റെ ഭാര്യയെ തകർക്കുവാൻ യാര് നടുവിൽ നിന്നുകൊണ്ട് ബ്രോക്കർ വേല ചെയ്യുന്നോ അവനെ കർത്താവ് മണ്ണെ നക്ക വയ്ക്കാൻ പോകുകയാണ്. നിന്റെ ഭവനത്തെ തകർക്കുവാൻ, കുഞ്ഞുങ്ങളെ തകർക്കുവാൻ, ശുശ്രൂഷയെ തകർക്കുവാൻ, ജോലി ചെയ്യുന്നിടത്തിൽ സന്തോഷത്തോട് വിടുതലോട് ജോലി ചെയ്യുവാൻ സമ്മതിക്കാതെ പല കുശുമ്പും കുന്നായ്മയും കുറ്റങ്ങളും പറഞ്ഞ് നിന്റെ മേൽ പഴിയെ കൊണ്ടുവരുന്ന, കുറ്റത്തെ കൊണ്ടുവരുന്ന എതിരികൾ, ശത്രുക്കൾ, നിന്റെ ഭവനത്തിന് വിരുദ്ധമായി, കുഞ്ഞുങ്ങൾക്ക് വിരുദ്ധമായി, നിങ്ങൾക്ക് വിരുദ്ധമായി എഴുന്നേറ്റ് പടയെടുത്ത് വന്ന ശത്രുക്കൾ ആരായിരുന്നാലും, അത് രാജാക്കളായിരുന്നാലും, ഏത് കൊമ്പനായിരുന്നാലും, ആരായിരുന്നാലും, ഞാൻ ഇന്ന് പ്രവചിച്ച് പറയാണ്, എൻ്റെ കർത്താവ് പറയുന്നത്, അവന്റെ ശത്രുക്കൾ പൊടിമണ്ണ് നക്കട്ടെ. രക്തത്താൽ വീണ്ടെടുക്കൽപ്പെട്ട കുഞ്ഞുങ്ങളെ കുറിച്ച് ചോദിക്കാനും പറയാനും ആളിൽ നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ അനാഥകളല്ല. നമുക്ക് ചോദിക്കാൻ ഒരുത്തനുണ്ട്, നമുക്കൊരപ്പനുണ്ട്, നമ്മളെ അന്വേഷിക്കുന്ന, നമ്മളെ കാണുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ വഴി നടത്തുന്ന, നമ്മുടെ എല്ലാ വിഷയത്തിന്റെ മുന്നിൽ അതേ ഉത്തരവാദിത്വമുള്ള ഒരു ദൈവം എനിക്ക് നിങ്ങൾക്ക് ഉണ്ട്. ആ ദൈവം നിന്റെ ശത്രുവിനെ കുനിഞ്ഞ് ഈ ഭൂമിയിലെ മണ്ണെ നക്ക വയ്ക്കുവാൻ കർത്താവ് മതിയായവനാണ്. പൊടി നക്കട്ടെ എന്ന കർത്താവ് പറഞ്ഞത്. ഇനി അവൻ നിന്റെ മുന്നേ നൂരാൻ പറ്റത്തില്ല, നീ അവന്റെ മുന്നേ കുനിയാനും കർത്താവ് സമ്മതിക്കത്തില്ല. എവിടെല്ലാം നിങ്ങൾ കുനിഞ്ഞോ അവിടെ നിങ്ങളുടെ തലയെ കർത്താവ് ഇന്ന് ഉയർത്താൻ പോകുകയാണ്. പ്രവചിച്ച് പറയാണ്, ദൂത് പറയുകയാണ്. ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തു. എവിടെല്ലാം ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ നാണിച്ചത്, എവിടെല്ലാം നിങ്ങൾ തലകുനിഞ്ഞത്? മറുപടി പറയാൻ ഒന്നുമില്ല, മറുപടി പറയാനുള്ള യോഗ്യത നമുക്കില്ല. ക്ഷീണിച്ച് കിടക്കുകയാണ്, തളർന്നു കിടക്കുകയാണ്. അവരെ പോലെ പണം നമുക്കില്ല, അവരെ പോലെ വിദ്യാഭ്യാസമില്ല, അവരെ പോലെ എതിർത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ലോകക്കാരെ പോലെ നമ്മൾ ചീത്ത വിളിക്കാനോ വഴക്കുണ്ടാക്കാനോ അടിക്കാനോ പോകാൻ നമുക്ക് പ്രമാണമില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും?
ഒന്നും ചെയ്യണ്ട. ഇതാ പ്രാർത്ഥന. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ. യഹോവേ, നീ എന്നെ സഹായിച്ചു ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. അതാ പ്രാർത്ഥനയുടെ മറുപടി. എനിക്കൊരാശ്വാസം തന്നല്ലോ, നീ എനിക്ക് സഹായം ചെയ്തല്ലോ, എൻ്റെ ഹൃദയത്തിനൊരു ആശ്വാസം ലഭിച്ചല്ലോ. എനിക്കത് മതി അപ്പച്ച, എനിക്കത് മതി. ഇനി ഈ ലോകത്തിലൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ആശ്വാസം മതി. നിശ്ചയം എഴുതി വെച്ചുകൊള്ളുക, നിങ്ങൾ എഴുതി വെച്ചുകൊള്ളുക. നിങ്ങളുടെ മുന്നിൽ ശത്രു വന്ന് മണ്ണെ നക്കുന്ന രീതിയിൽ കർത്താവ് തലകുനിപ്പിക്കാൻ പോവാണ്. ഇനി നിങ്ങൾ എവിടെയും തലകുനിയേണ്ട ആവശ്യമില്ല, ലജ്ജിക്കേണ്ട ആവശ്യമില്ല, നാണിച്ചു പോകേണ്ട ആവശ്യമില്ല. ഇനി ഒരുത്തൻ്റെ മുന്നേ പോയി നിങ്ങൾ കൈകെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. കർത്താവ് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്തു കഴിഞ്ഞു. അവിടെ പറയുന്നത്, യഹോവേ, നീ എന്നെ സഹായിച്ചു ആശ്വസിപ്പിച്ചും ഇരിക്കുന്നുവല്ലോ. അപ്പച്ചൻ സഹായിച്ചു കഴിഞ്ഞു. ആശ്വാസം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. സന്തോഷവും ആനന്ദം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. പ്രാർത്ഥനയുടെ മറുപടി ലഭിച്ചു കഴിഞ്ഞു. ഇത്രയും കാലങ്ങൾ നീ വിട്ട കണ്ണുനീർ, ഇത്രയും കാലം നീ കുടിച്ച മാറായുടെ കയ്പിന് മധുരമായി കർത്താവ് ഇറങ്ങി വന്നിരിക്കുക. ഇനി കയ്പിന്റെ വെള്ളമല്ല, മധുരമുള്ള വെള്ളമാണ് നീ കുടിക്കാൻ പോകുന്നത്. ഒന്നുകൊണ്ട് പേടിക്കണ്ട. അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, സഹോദരങ്ങൾ, ദൈവദാസന്മാർ, മിഷണറീസ്, എൻ്റെ കൂടെ പറഞ്ഞ സഹോദരങ്ങൾ എല്ലാവരും ഇത് കേൾക്കണം. നിങ്ങൾ വിശ്വസിക്കുക, കർത്താവ് നിങ്ങൾക്കൊരു അത്ഭുതം പ്രവർത്തിച്ച് കഴിഞ്ഞു. ഇനി നിങ്ങൾ എവിടെയും കുനിയണ്ട, ഒരു വിഷയത്തിന് മുന്നേ കുനിയണ്ട. കുഞ്ഞില്ലാത്തവർക്ക് കുഞ്ഞ്, വീടില്ലാത്തവന് വീട്, ജോലി ഇല്ലാത്തവന് ജോലി, എന്തൊക്കെ വേണമോ എല്ലാം കർത്താവ് തന്ന് അവരുടെ മുന്നിൽ നിങ്ങൾക്ക് മേശ ഒരുക്കി കഴിഞ്ഞു. മേശ ഒരുക്കി കഴിഞ്ഞു. ജോലി ചെയ്യുന്നിടത്തില് സന്തോഷത്തോട് സമാധാനത്തോട് ഫ്രീഡമായി ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ലാത്ത എല്ലാം കുറ്റവും കുശുമയും പറഞ്ഞ് നിങ്ങളെ സമാധാനത്തെ നശിപ്പിച്ച് അവിടെ എങ്ങനെയെങ്കിലും വലിച്ചു പറിക്കാൻ നോക്കുക. ഇല്ല, അവനെ പറിച്ച് കർത്താവ് എറിയും. നിങ്ങളെ കർത്താവിടെ നാട്ടുവയ്ക്കും. നിങ്ങൾക്ക് ഒരു ദോഷവും വരത്തില്ല. ദൈവം നിങ്ങൾക്ക് കൂടുണ്ട്, കാവലുണ്ട്, തുണയുണ്ട്. ദൈവം നിങ്ങളെ നശിപ്പിക്കുക. അവിടെ പറയുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എന്തുവാ പറയുന്നത്? ആമേൻ. മരുഭൂമിയിൽ വസിക്കുന്നവർ അവൻ്റെ മുൻപിൽ വണങ്ങട്ടെ, അവൻ്റെ ശത്രുക്കൾ പൊടിമണ്ണ് നക്കട്ടെ. എൻ്റെ കർത്താവ് അത് ചെയ്യും. ഇതാണ് അടയാളം. അത്ഭുതം നടക്കും. എഴുതി വെച്ചോ. നിങ്ങൾ എനിക്ക് വിളിച്ചു പറയണം, എൻ്റെ പൊന്ന് പാസ്റ്ററെ, എനിക്ക് ഈ പ്രാർത്ഥന എനിക്കായിരുന്നു. എൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് വയ്യ, നിക്കപ്പുറതിയില്ല, വയ്യ, മറുപടിയും പറയാനില്ലാതെ ലജ്ജിച്ച് മുഖത്ത് തുണിയിട്ട് മറഞ്ഞു കിടക്കുക. എന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ ശത്രു മുഖം മൂടിക്കഴിഞ്ഞു. അവൻ മുഖത്ത് തുണിയിട്ടോണ്ട് അവൻ തിരിഞ്ഞു പോവാ. ഇപ്പം അവൻ്റെ പുറമാണ്, അവൻ്റെ മുതുകാണ് ഇപ്പം ഞാൻ കാണുന്നത്. അവൻ തിരിഞ്ഞു കഴിഞ്ഞു. ഞങ്ങളെ കർത്താവ് ഉയർത്തി അനുഗ്രഹിച്ചു എന്നുള്ള ജീവനുള്ള സാക്ഷ്യം നിങ്ങൾ പറയുവാൻ കർത്താവ് സഹായിക്കട്ടെ. യേശുവിനായി പ്രാർത്ഥനയായി സ്തോത്രം. അത്ഭുതം പ്രവർത്തിച്ചനായി സ്തോത്രം. വിടുതലെ കൽപ്പിച്ചനായി സ്തോത്രം. സകല മഹത്വം തിരുമേനിക്ക് യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.